നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളിപ്പോൾ ഉള്ളത് എയർപോർട്ടിലാണെന്ന്. സത്യം പറഞ്ഞാൽ ഇതൊരു എയർപോർട്ട് പോലെയൊക്കെ തന്നെയാണ് ഉള്ളത് കേട്ടോ. എയർപോർട്ടിലെ പോലെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുള്ളത് എയർപോർട്ടിലല്ല. പിന്നെ എവിടെയാണെന്നല്ലേ? ഞങ്ങളുള്ളത് സമ്മിറ്റിലാണ്, ന്യൂയോർക്കിലെ സമ്മിറ്റ് ടവറിൽ. എന്താ ഇവിടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നും നമ്മൾ ന്യൂയോർക്കിന്റെ ഇങ്ങനെ ഒരു സ്ട്രീറ്റിലൂടെയുള്ള ഒരു വ്യൂ അല്ലേ കാണുന്നത്. അതായത് മാൻഹാട്ടന്റെ ഒക്കെ വിമാനമുട്ടിയുള്ള കെട്ടിടങ്ങളൊക്കെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ എത്തി നോക്കണം. എന്നാൽ പിന്നെ ഇതൊക്കെ മുകളിൽ പോയിട്ട് താഴോട്ട് നോക്കിയാൽ എങ്ങനെ ഇരിക്കുന്നത് കാണാനൊരാഗ്രഹം. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ടേക്ക് ചുമ്മാ വന്നാൽ കയറ്റി വിടത്തൊന്നുമില്ല കേട്ടോ. ഇവിടെ ടിക്കറ്റ് വേണം. ഞങ്ങൾ 2-3 ദിവസം മുമ്പേ ഞങ്ങൾ 3 പേർക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റിക്കുകുട്ടിന് ഫ്രീ ആണ്. 6 വയസ്സ് മുതലുള്ളവർക്കാണ് ഇവിടെ ടിക്കറ്റ് ആവശ്യമുള്ളത്. അങ്ങനെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ കരുതിയത് ഇവിടെ വന്ന പാടെ നേരെ കയറ്റി വിടും, മുകളിൽ പോയി നമുക്ക് വ്യൂ ഒക്കെ കാണാമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഒരുപാട് ക്യൂ ഉണ്ട്. ക്യൂ എല്ലാം കടന്ന് വേണം മുകളിലെത്താൻ. അത് മാത്രമല്ല, അതിൻ്റെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫോട്ടോ എടുപ്പാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നേരെ ഒരു കുഞ്ഞ് തിയേറ്റർ റൂമിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ ഈ സമ്മിറ്റ് ടവറിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ക്യൂ നിൽക്കുന്ന ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊരു വീഡിയോ അവിടെ പ്ലേ ചെയ്യുന്നത്. ഏതായാലും വീഡിയോ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങിയ ഉടനെ നമുക്ക് അവർ ഒരു കവർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മളുടെ ഷൂ ചെരുപ്പോ എന്താണെങ്കിലും അത് കവർ ചെയ്യണം. കാരണം നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ആ ഒരു ഫ്ലോർ എന്ന് പറയുന്നത്, ഒബ്സർവേഷൻ ഡെക്ക് എന്ന് പറയുന്നത് മിറർ വർക്ക് അതുപോലെ ഗ്ലാസ് ഫിനിഷ് ഒക്കെ ചെയ്തിരിക്കുന്ന ഫ്ലോറാണ്. അപ്പം നമ്മുടെ ഷൂവ് അല്ലെങ്കിൽ ചെരുപ്പൊക്കെ കൊണ്ട് ആ ഒരു ഫ്ലോർ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഷൂ ഒക്കെ റാപ്പ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ അവർ തന്നിരിക്കുന്ന ഒരു ബാൻഡ് ഉണ്ട്. ആ ബാൻഡും അതുപോലെ നമ്മുടെ ഫേസും ഈ ഒരു മെഷീനിൽ നമ്മൾ സ്കാൻ ചെയ്യണം. അതിനുശേഷം വേണം പോകാൻ വേണ്ടിയിട്ട്. അവിടുന്ന് നമ്മൾ നേരെ പോയത് ഒരു ഡാർക്ക് റൂമിലേക്കാണ് കേട്ടോ. അവിടെയാണെങ്കിൽ വേറെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു, ഇപ്പം മുകളിലെത്താൻ നോക്കി നിന്നപ്പോഴാണ് അടുത്ത ക്യൂ. എന്തായാലും വെയിറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് കരുതി അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പക്ഷെ അധികം താമസിയാതെ തന്നെ നമുക്ക് എലിവേറ്റർ വന്നു. അപ്പം നമ്മൾ എലിവേറ്ററിനകത്തേക്ക് കയറി. എങ്ങനെയാണ് മുകളിലത്തെ ആ ഒരു വ്യൂ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് എല്ലാവരും കൂടെ പോകുന്നത്. ഈ എലിവേറ്റർ ഫുള്ള് ഗ്ലാസ് ആയിരുന്നു, അതുപോലെ മിറർ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എവിടെ നോക്കിയാലും നമ്മളെ തന്നെ കാണാം. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഫുൾ ലൈറ്റൊക്കെ ആയിട്ട്. അതുപോലെ ഒരു മിന്നൽ പിണർ പോലെയാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. ജസ്റ്റ് 42 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ 91st ഫ്ലോറിലേക്ക് എത്തുകയാണ് ചെയ്തത് കേട്ടോ. അതിൻ്റെ ചെവിയൊക്കെ ഫുൾ അടങ്ങി പോയിട്ടുണ്ടായിരുന്നു. നേരെ മുകളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണുള്ളതെന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ സ്ഥലത്തെത്തിപ്പോയി കേട്ടോ. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. ഫുള്ളായിട്ടുള്ള ഒരു റിഫ്ലക്ഷനും പ്രകാശവും, അതുപോലെ താഴേക്ക് നോക്കിയാൽ അവിടെ കുറേ ആളുകൾ നടക്കുന്നു, മുകളിലേക്ക് നോക്കിയാൽ അതിൻ്റെ റിഫ്ലക്ഷൻ, സൈഡിലേക്ക് നോക്കിയാൽ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാർ, എവിടെ ചവിട്ടണം എങ്ങനെ നടക്കണം എന്നൊക്കെയുള്ളൊരു, എവിടെ നോക്കിയാലും മിറർ, നമ്മളെ തന്നെ കാണുന്നു, അല്ലെങ്കിൽ ഗ്ലാസ്സുകൾ, ഇങ്ങനെയൊരു എഫക്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു അൺകംഫർട്ടബിൾ പോലെ ഫീൽ ചെയ്തു. പിന്നെ നമുക്ക് സൺഗ്ലാസ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സൺഗ്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നോർമലായിട്ട് തോന്നി. പിന്നെ ഇതേ വ്യൂ ഒക്കെ അടിപൊളി സ്റ്റണ്ണിങ് വ്യൂ ആണ്. നേരെ കാണുന്നത് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചില ഗ്രീറ്റിംഗ് കാർഡുകളിലൊക്കെ ഞാൻ ഈ ഫോട്ടോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷമോ ഒരു എക്സൈറ്റ്മെൻറ്റോ എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വൺ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ബിൽഡിംഗ് കാണാം. അതുപോലെ ഓരോ ഫേമസ് ബിൽഡിങ്ങിൻ്റെ വ്യൂ കിട്ടുന്ന ഓരോ സ്ഥലത്തും ആൾക്കാരിങ്ങനെ മാറി മാറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നേരിട്ട് കണ്ടതിൻ്റെ ആ ഒരു മെമ്മറി നമ്മളെ ഫോണിലും കൂടെ പകർത്തിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് മിററുകൾ ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ആളൊഴിഞ്ഞ് നമ്മൾ മാത്രമുള്ള ഒരു സ്ഥലമൊന്നുമല്ല. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ആഫ്റ്റർനൂൺ ഒരു 2 മണി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നല്ല തിരക്കുള്ള സമയമാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നമുക്ക് എന്താ പറയുക, ഷോർട്സും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കൂട്ടമൊന്നും ഇല്ലാണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ വരണം. അപ്പോൾ അത് കുട്ടികളെ വെച്ചിട്ടൊക്കെ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തിരക്കൊന്നും കൺസിഡർ ചെയ്യാണ്ട് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ വേറെ ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ജോയുടെ ഓഫീസ് കാണാൻ പറ്റും. ജോയ് ഇവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത് കേട്ടോ. ആദ്യം ഒരു തവണ വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ രണ്ടാമത് ഞങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ബിൽഡിങ്ങില്ലേ, അവിടെയാണ് ജോ വർക്ക് ചെയ്യുന്നത്. ആ ബിൽഡിങ്ങിൻ്റെ 46th ഫ്ലോറിലാണ് ജോ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സണ്ണി ഡേയിലാണ് വരുന്നത്, അല്ലെങ്കിൽ സൺലൈറ്റ് ഒക്കെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ ഒരു ആഫ്റ്റർനൂൺ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൺഗ്ലാസ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. കാരണം ഭയങ്കര റിഫ്ലക്ഷനാണ് ഈ ഒരു ഫ്ലോറിൽ എന്ന് പറഞ്ഞാൽ.
ഫുള്ള് ഗ്ലാസ് ആണ്. അപ്പോൾ പുറത്തുനിന്നുള്ള സൺലൈറ്റ് അങ്ങനെ അടിച്ച് കയറും. പിന്നെയെന്ന് പറഞ്ഞാൽ ഫുള്ള് മിററും എല്ലാം കൂടെ ആയി കഴിയുമ്പോഴേക്കും ഒരു റിഫ്ലക്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഉറപ്പായിട്ട് സൺഗ്ലാസ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രസ്സിംഗ് ആണ്. ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആ ഒരു സൈറ്റിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഗ്ലാസും മിറർ വർക്കും ഒക്കെ ഉള്ളത് കൊണ്ട് അധികം എക്സ്പോസ് ആകാത്ത ഡ്രസ്സ് ഇടുന്നതായിരിക്കും, ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നാൽ അങ്ങനെ അത് താഴെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ജീൻസ് അല്ലെങ്കിൽ പാൻറ് ഫുൾ ലെങ്ത് ഉള്ള ഡ്രസ്സുകളൊക്കെ ഇടുന്നതായിരിക്കും ബെറ്റർ എന്ന് അവർ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇവിടെ ഇഷ്ടംപോലെ പേര് ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സും കംഫർട്ടും ഒക്കെയാണ്, നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇത് നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു പോയിന്റ് ആട്ടോ. എംപയർ സ്റ്റേറ്റിന് അങ്ങനെ സ്ട്രെയിറ്റ് വ്യൂ കിട്ടുന്ന ഒരു പോയിന്റ് ആയിരുന്നു. ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കാൻ പോയി നിന്ന് കൃത്യസമയത്ത് തന്നെ ഒരു ഹെലികോപ്റ്റർ അതിലേ വരുന്നുണ്ടായിരുന്നു. അതൊരു അടിപൊളി സ്റ്റണ്ണിങ് വ്യൂ ആയിരുന്നു കേട്ടോ. ഇത് മോസ്റ്റ്ലി ഈ ന്യൂയോർക്കിൽ ഹെലികോപ്റ്റർ റൈഡ് കൊണ്ടുപോകുന്ന ഹെലികോപ്റ്റേഴ്സ് ആവാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ ഇവിടെ മോസ്റ്റ്ലി മിക്കപ്പോഴും ഇങ്ങനെ ഹെലികോപ്റ്റർ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടുന്ന് പിന്നെ നേരെ ഞങ്ങൾ അടുത്ത റൂമിലേക്ക് പോയി. അവിടെ ഒരു ഫ്ലോറിൽ ഒരു ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ക്ലൗഡ്സ് എന്ന് പറയുന്ന ഒരു ആർട്ട് വർക്ക് ആയിരുന്നു കേട്ടോ അത്. അതിൽ ഒരു നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് കാണുന്നവർക്ക് അതൊരു ഒഴുകി നടക്കുന്ന ഒരു ഫീലിങ്സ്, അതുപോലെ ഒരു ഇൻഫിനിറ്റി ഫീലിങ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു ആർട്ടാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനതിലേക്ക് കുറേ നേരം നോക്കി നിന്നിട്ടും എനിക്ക് അങ്ങനെ ഒഴുകി നടക്കുന്ന പോലെയോ ഇൻഫിനിറ്റി പോലെയോ ഒന്നും തോന്നിയില്ല. ചിലപ്പോൾ എനിക്ക് കലാബോധം കുറവുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എന്തൊരു പ്രത്യേകത തോന്നാത്തതുകൊണ്ട് ഞാൻ പിന്നെ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത റൂമിലേക്ക് നേരെ നടന്നുപോയി. അവിടെ ശരിക്കും ഒരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. ആ ഒരു റൂം ഫുള്ള് ഒരു സിൽവർ കളറിലുള്ള ബലൂണൊക്കെ പോലെയുള്ള ഒരു ബോൾ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു. അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ, കുട്ടികളും വലിയവരും ഒക്കെ ആ ഒരു ബലൂൺ വെച്ചിട്ട് കളിക്കുന്ന തിരക്കിലായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അത് കണ്ടപാടെ റിക്കുക്കുട്ടനും മിക്കുവിനൊക്കെ ഭയങ്കര ഹാപ്പിയായി. അവർ രണ്ടുപേരും നിലത്തിറങ്ങി ഉടനെ കളിയൊക്കെ തുടങ്ങി കേട്ടോ. താഴെയാണെങ്കിൽ ഇതിന്റെ ഈ ഫ്ലോറിലും റിഫ്ലക്ഷൻ ഉള്ള ഒരു ഫ്ലോറാണ്, മിറർ വർക്കും ഗ്ലാസ്സും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് കാണാൻ ഭയങ്കര, ആ സിൽവർ കളറും കൂടെ ആയപ്പോൾ ഭയങ്കര അടിപൊളി ലുക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം ഞാനും പിള്ളേരും ഒക്കെ ഈ ബലൂണൊക്കെ തട്ടിക്കളിച്ചുകൊണ്ട് വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലെ നല്ലായിരുന്നു. കാരണം ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു റൂമും ആ റൂം ഫുള്ളായിട്ടും ആളുകളായിരുന്നു. അതിനിടയ്ക്ക് ഈ വിൻഡോയിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ നല്ല വ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകാമെന്ന് ചോദിച്ചു. കാരണം ഓൾറെഡി ഒത്തിരി നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോകുന്ന എല്ലാ ഫ്ലോറുകളിലും ഇങ്ങനെയുള്ള വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ബ്രൂക്ലിൻ ബ്രിഡ്ജ്, അതുപോലെ ഫേമസ് ആയിട്ടുള്ള അടിപൊളി ബിൽഡിങ്ങുകളുടെ എല്ലാം, ഹഡ്സൺ റിവറിൻ്റെ ഒക്കെ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അടുത്ത ഫ്ലോറിലേക്ക് പോവാണ്, 92nd ഫ്ലോറിലേക്ക്. 91st, 92nd, 93rd 3 ഫ്ലോറിലാണ് സമ്മിറ്റ് 1 വാണ്ടർബിൽറ്റിൻ്റെ ഒബ്സർവേഷൻ ഡെക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ 92nd ഫ്ലോറിലെത്തി. അവിടുന്ന് നല്ല സ്റ്റണ്ണിങ് വ്യൂ തന്നെയാണ്, ആ സെയിം വ്യൂ തന്നെയാണ്. പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ താഴത്തെ ഫ്ലോറിനേക്കാളും കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു ഈ ഒരു ഫ്ലോറിൽ. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇതിനകത്ത് കയറിയിട്ട് തന്നെ 2-3 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടന്ന് കുറച്ച് മടുത്തുകൊണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. അവിടെ എങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. അത്രയും ഹൈറ്റിൽ ഇത്രയും തൊട്ടടുത്ത് ഇങ്ങനെ നല്ലൊരു വ്യൂ ഒക്കെ ആയിട്ട് അടിപൊളി ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഇനി പുറത്തേക്ക് പോകാം, ഇത്രയും നേരമായില്ലേ എന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ ക്ലൗഡ്സ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു വാൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെയും പോയി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ തീരുമാനിച്ചു. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഒരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ 93rd ഫ്ലോറിലേക്ക്, അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോയി. അവിടെ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് ഓപ്പൺ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കഫേ ഉണ്ടായിരുന്നു, അതുപോലെ ഈ കോക്ടെയിൽ, മോക്ടെയിൽ അങ്ങനത്തെ ഒരു ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബാർ സെറ്റപ്പ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ഒന്നും ട്രൈ ചെയ്യാനൊന്നും നിന്നില്ല. വേറെ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം, അതായത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടോ? ലാഗിങ് ആണോ? അല്ലെങ്കിൽ എന്താണ് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും ഒക്കെയാണ് നമ്മളെപ്പോലെയുള്ള കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സിന് അവരുടെ ചാനലും അതുപോലെ വീഡിയോസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള കമൻറ്റുകൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് അറിയിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.